എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് നീറ്റ് UG 2025 പ്രവേശന പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് നിലവിൽ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ കളർ ഫോട്ടോ സ്റ്റാറ്റ്, അതായത് കളർ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ഈ ഒരു അഡ്മിറ്റ് കാർഡിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഫോട്ടോ പതിച്ചിട്ടുള്ള ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖ വിദ്യാർത്ഥികൾ എടുക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ കയ്യിൽ ആധാർ കാർഡ് ഉണ്ടാവും. അപ്പോൾ ആധാർ കാർഡ് നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ തിരിച്ചറിയൽ രേഖ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഫോട്ടോ പതിച്ചിട്ടുള്ള ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള ഏതെങ്കിലും ഒറിജിനൽ രേഖയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആധാർ കാർഡ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ പാസ്പോർട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ വോട്ടർ ID ഉപയോഗിക്കാം. ഇതുപോലുള്ള തിരിച്ചറിയൽ രേഖകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഏതൊക്കെ രേഖകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസുകൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻസിൽ നൽകിയിട്ടുണ്ടാകും. അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. അപ്പോൾ അതിൽ ഏതൊക്കെ ഈ ഒരു ID കാർഡ് ഉപയോഗിക്കാം എന്നുള്ളത് നൽകിയിട്ടുണ്ടാകും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒറിജിനൽ ID കാർഡ് അത് ഉപയോഗിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇതിൽ നിങ്ങളുടെ ഫോട്ടോ ഉണ്ടായിരിക്കണം. അതുപോലെ ഫോട്ടോ ക്ലിയർ ആയിരിക്കണം. കാരണം ആധാർ കാർഡിൻ്റേത് ഏകദേശം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാതെ ആധാർ കാർഡ് ആണ് എങ്കിൽ നിങ്ങളുടെ ഫോട്ടോ ഏകദേശം ചെറുപ്പത്തിലെടുത്തിട്ടുള്ള ഫോട്ടോ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സമയത്ത് ആ ഒരു ഫോട്ടോ കാരണം എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുന്നത് കൊണ്ട് നിങ്ങളുടെ ആധാർ കാർഡിൽ ആ ഒരു പഴയ ഫോട്ടോ ആണ് എങ്കിൽ നിങ്ങളുടെ വോട്ടർ ID കയ്യിലുണ്ടെങ്കിൽ ആ ഒരു വോട്ടർ ID കൂടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഒന്നിലധികം IDs ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കാനും, അതായത് കയ്യിൽ നിന്ന് കളഞ്ഞു പോകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിറ്റ് കാർഡ് അതായത് ലഭിച്ച ഈ ഒരു പരീക്ഷ മെയ് 4-ാം തീയതി, അതായത് ഇനി നാളെയും കൂടി കഴിഞ്ഞാൽ മറ്റന്നാളാണ് ഇതിൻ്റെ പരീക്ഷ ഉള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആധാർ കാർഡും വോട്ടർ IDയും ഈ രീതിയിൽ 2 ID കാർഡ്, അതായത് ഒറിജിനൽ ID കാർഡ് എടുക്കുന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു ആധാർ കാർഡിലെ ഫോട്ടോ എന്തെങ്കിലും ചെറുപ്പത്തിലുള്ള ഫോട്ടോ ആണെങ്കിൽ നിങ്ങൾ ഒന്നിലധികം ID കാർഡ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് 2 ID എടുക്കുന്ന സമയത്ത് ചില സമയത്ത് കയ്യിൽ നിന്ന് കളഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ ഒരു ID കാർഡ് കയ്യിൽ സൂക്ഷിച്ചു വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, അത് കളഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു നീറ്റ് പരീക്ഷയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ എന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് ഒരു ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം കൂടി പറയാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നീറ്റ് പരീക്ഷ, അതായത് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് നീറ്റ് UG പരീക്ഷ നിങ്ങൾക്ക് കഴിഞ്ഞ ശേഷം ഇതിൻ്റെ ഒരു മാർക്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അതായത് ഈ ഒരു നീറ്റ് പരീക്ഷയിൽ നിങ്ങൾക്ക് ഒരു ക്വാളിഫൈങ് മാർക്ക്, അതായത് ഒരു കട്ട് ഓഫ് മാർക്ക് ഉണ്ടാകും. കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്ന സമയത്ത് കട്ട് ഓഫ് മാർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു നീറ്റ് പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ടോട്ടൽ ആവറേജ് മാർക്ക് എടുക്കുകയും, അതായത് വിദ്യാർത്ഥികൾക്ക് ലഭിച്ച മാർക്കിൻ്റെ ആവറേജ് മാർക്ക് എടുക്കുകയും അതിനുശേഷം ആ ഒരു ആവറേജ് മാർക്കിനെയാണ് കട്ട് ഓഫ് മാർക്കായിട്ട് നിശ്ചയിക്കുക. അപ്പോൾ ഈ ഒരു കട്ട് ഓഫ് മാർക്കിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ആ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് വരും. അതുകൂടാതെ തന്നെ ആദ്യം നിങ്ങൾക്ക് ഈ ഒരു നീറ്റിൻ്റെ ഈ ഒരു മാർക്കാണ് പ്രസിദ്ധീകരിക്കുക. ഈ ഒരു മാർക്ക് പ്രസിദ്ധീകരിച്ച ശേഷം നിങ്ങൾ ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് എലിജിബിൾ ആയിരുന്നു എന്നുള്ള കാര്യം ചെക്ക് ചെയ്യും. അതായത് ഈ ഒരു +2-ന് ഇത്ര മാർക്ക്, അതായത് 40%, അതുപോലെ 45% ഈ ഒരു രീതിയിൽ വിവിധ വിഭാഗങ്ങൾക്കായിട്ട് റിസർവേഷൻ കാര്യങ്ങളൊക്കെയുള്ള വിഭാഗങ്ങൾക്കും അതുപോലെ ജനറൽ കാറ്റഗറിക്കും ഒരു നിശ്ചിത +2 യോഗ്യത, അതായത് ഈ ഒരു പരീക്ഷ എഴുതാനുള്ള ഒരു യോഗ്യത നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് ജനറൽ കാറ്റഗറിക്ക് ഏകദേശം 50%-ഓ 45%-ഓളമാണ് ഇതിൻ്റെ, അത് +2-ന് സെക്കൻഡ് ഇയറിന് വാങ്ങിക്കേണ്ട മാർക്കിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മാർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കും. ഇത് പരിശോധിച്ച ശേഷം മാത്രമാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. അങ്ങനെ നീറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് 2 വിഭാഗത്തിലാണ് അഡ്മിഷൻ നേടാൻ പറ്റുക. ഒന്ന് സ്റ്റേറ്റിലും അതുപോലെ തന്നെ ഈ ഒരു ഓൾ ഇന്ത്യ തലത്തിലുള്ള കോട്ടയിലും. അപ്പോൾ ഓൾ ഇന്ത്യ തല കോട്ട എന്ന് പറയുമ്പോൾ 15% സീറ്റാണ് ഓൾ ഇന്ത്യ തലത്തിൽ ഈ ഒരു മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിനൊക്കെ ആയിട്ട് ഈ ഒരു റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ തല കോട്ടയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്, നീറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം നിങ്ങൾ കൗൺസിലിങ്ങിനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത്. കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ അലോട്ട്മെൻറ്റ് എന്നാണ്, അതിനാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് MCC, അതായത് ഈ ഒരു MCC എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. MCC എന്ന് പറയുമ്പോൾ M എന്ന് പറയുമ്പോൾ മെഡിക്കൽ, C എന്ന് പറയുമ്പോൾ കൗൺസിൽ, അതുപോലെ തന്നെ കമ്മിറ്റി, അതായത് ഒരു മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി എന്നുള്ളതാണ് MCC എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് MCC വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് അതുവഴി നിങ്ങൾ ഈ ഒരു അതായത് ഈ ഒരു മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള കൗൺസിലിങ്ങിനായിട്ട്, കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ അലോട്ട്മെൻറ്റ് എന്നതാണ് കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൗൺസിലിംഗ് എന്ന് കേട്ടിട്ട് എന്തോ വലിയ കാര്യമാണെന്ന് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൗൺസിലിങ്ങിന് നിങ്ങൾ MCC വെബ്സൈറ്റ് വഴി അപേക്ഷിക്കണം. അതുപോലെ തന്നെ ഈ ഒരു MCC വെബ്സൈറ്റ് വഴി അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ ഗവൺമെൻറ് കോളേജുകളിലുള്ള സീറ്റുകളുണ്ടാവും, അതുപോലെ തന്നെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് കോളേജുകളിലുള്ള, അതുപോലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുള്ള സീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ വിവിധ കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു MCC വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിച്ച് അലോട്ട്മെൻറ്റ് നേടാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കേരളത്തിലും ഇതേ രീതിയിൽ MCCയുടെ 15%, അതായത് ഈ ഓൾ ഇന്ത്യ തല കോട്ടയിൽ 15% സീറ്റ് ഓരോ കോളേജിലും ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കേരളത്തിൽ
മറ്റൊരു രീതിയിൽ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്ക് അഡ്മിഷൻ നേടാൻ പറ്റും. അതായത് നിങ്ങൾ കേരളത്തിൽ ഓൾറെഡി നിങ്ങൾ കീമിൽ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിൽ നിങ്ങൾ ഓപ്ഷൻ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ കീമിൽ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിൽ ഓപ്ഷൻ വെച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു നീറ്റിൻ്റെ സ്കോർ നിങ്ങൾ ഈ ഒരു കീമിൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അതേസമയം പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതായിരിക്കും, നിങ്ങൾ കീമിന് രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല, നീറ്റിന് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ നീറ്റിന് മാത്രമേ അപേക്ഷിച്ചിട്ടുള്ളൂ, കീമിന് അപേക്ഷിച്ചിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ട് CE ഓഫീസ് അവസരം നൽകാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കീം 2025 മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കാനായിട്ട് അവസരം ലഭിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതും അതിനുശേഷം നീറ്റിൻ്റെ സ്കോർ നിങ്ങൾ വെബ്സൈറ്റിൽ, അതായത് കീമിൻ്റെ വെബ്സൈറ്റിൽ എൻ്റർ ചെയ്ത് നൽകേണ്ടതുമാണ്. ഇങ്ങനെ ഈ ഒരു കീമിൻ്റെ വെബ്സൈറ്റിൽ നീറ്റിൻ്റെ സ്കോർ എൻ്റർ ചെയ്ത് നൽകുന്ന വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മെഡിക്കൽ കോഴ്സിന് ഒരു റാങ്ക് ലിസ്റ്റ്, മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് അതായത് ഈ ഒരു മെഡിക്കൽ കോഴ്സിന് ഒരു റാങ്ക് ലിസ്റ്റ്, അതുപോലെ മെഡിക്കൽ അലൈഡ് കോഴ്സസിന് മറ്റൊരു റാങ്ക് ലിസ്റ്റ്, ഈ ഒരു രീതിയിൽ 2 റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കപ്പെടും. ഈ 2 റാങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോഴും ഏകദേശം സെയിം രീതിയിലായിരിക്കും ഈ ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാവുക. കാരണം ഈ ഒരു മെഡിക്കലിനും മെഡിക്കൽ അലൈഡ് കോഴ്സസിനും ഒരേ വിദ്യാർത്ഥികൾ അപേക്ഷിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്നിരുന്നാലും അതുകൊണ്ട് തന്നെ ഏകദേശം സെയിം ലിസ്റ്റിൽ സെയിം റാങ്കിൽ തന്നെയായിരിക്കും ഈ ഒരു വിദ്യാർത്ഥികൾ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു രീതിയിൽ രണ്ട് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയ ശേഷം ആണ് ഈ ഒരു കേരളത്തിലെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്ക് അഡ്മിഷൻ നൽകുക. മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് എന്ന് പറയുമ്പോൾ അതിൽ MBBS, BDS, ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി എന്നിങ്ങനെയുള്ളതും, മെഡിക്കൽ അലൈഡ് കോഴ്സസിൽ അഗ്രികൾച്ചർ, ഫോറസ്ട്രി, വെറ്റിനറി, ഫിഷറീസ്, അതുപോലെ കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്, ബിടെക്, ബയോടെക്നോളജി ഇതുപോലുള്ള കോഴ്സുകളും ഉൾപ്പെടും. അപ്പോൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് BSc നഴ്സിംഗ് കോഴ്സിന് നീറ്റ് ആവശ്യമാണോ എന്നുള്ളത്. നിലവിൽ കേരളത്തിൽ നീറ്റ് പരീക്ഷ ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിൻ്റെ അഡ്മിഷൻ ആവശ്യമല്ല. എന്നാൽ കേരളത്തിന് പുറത്ത് ചില സംസ്ഥാനങ്ങൾ ഈ ഒരു നീറ്റിൻ്റെ സ്കോർ പരിഗണിച്ചുകൊണ്ട് BSc നഴ്സിംഗിന് അഡ്മിഷൻ നൽകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിന് പുറത്ത് നിങ്ങൾ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നീറ്റ് പരീക്ഷയിൽ ക്വാളിഫൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നീറ്റ് പരീക്ഷയിൽ ക്വാളിഫൈ ആവാനായിട്ട് വേണ്ടതെന്ന് പറയുന്നത് ഒരു നിശ്ചിത കട്ട് ഓഫ് മാർക്കിനുള്ളിൽ നിങ്ങൾ മാർക്ക് നേടിയിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങളോട് പറഞ്ഞു, നീറ്റ് പരീക്ഷ എഴുതി വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരുന്ന സമയത്ത് ആ ഒരു ടോട്ടൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച മാർക്കിൻ്റെ ആവറേജ് മാർക്കായിരിക്കും കട്ട് ഓഫ് മാർക്കായിട്ടുണ്ടാവുക. ആവറേജ് എന്ന് പറയുമ്പോൾ ആകെ ഓരോ വിദ്യാർത്ഥിക്കും ലഭിച്ച മാർക്ക് കൂട്ടും. അങ്ങനെ എത്ര വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്, ആ ഒരു കിട്ടിയ മാർക്കിനെ എത്ര വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി അതുകൊണ്ട് ഹരിക്കും. അപ്പോൾ ഹരിക്കുന്ന സമയത്ത് ഒരു മാർക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു മാർക്ക് എന്ന് പറയുന്നത് ആകെ പരീക്ഷയുടെ മാർക്കിൻ്റെ ഏകദേശം പകുതിയോ അതിൽ അധികമോ ഒക്കെ ആയിരിക്കും, ചിലപ്പോൾ പകുതിയിൽ കുറവും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു മാർക്കിൻ്റെ മുകളിലോട്ട് കിട്ടിയ വിദ്യാർത്ഥികളാണ് ഈ ഒരു നീറ്റിൽ ക്വാളിഫൈ ആയതായിട്ട് കണക്കാക്കുക. അതുപോലെ തന്നെ +2 യോഗ്യതാ പരീക്ഷയിൽ വേണ്ട മിനിമം മാർക്ക് നേടിയിട്ടുള്ള വിദ്യാർത്ഥികളെയും ആ ഒരു മാർക്ക് കൂടി പരിഗണിച്ചുകൊണ്ട്, അതായത് യോഗ്യത നേടിയിട്ടുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിച്ചുകൊണ്ടാണ് നീറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കപ്പെടുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നീറ്റ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വിവിധ കോഴ്സുകൾ, അതായത് ഓൾ ഇന്ത്യ തല കോട്ടയിലും അതുപോലെ തന്നെ സംസ്ഥാന കോട്ടയിലും വിവിധ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിനും അതുപോലെ തന്നെ നഴ്സിംഗ് കോഴ്സുകൾക്കും അഡ്മിഷൻ നേടാൻ സാധിക്കും. അതുപോലെ തന്നെ മിലിറ്ററി നഴ്സിംഗ് സർവീസസ് അതുപോലെയുള്ള വിവിധ സർവീസസുകളിലേക്കുള്ള അഡ്മിഷനും നീറ്റ് സ്കോർ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.